ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. തിരുവചനത്തിലുള്ള ഇയ്യോബ് നീതിമാനായിരുന്നു, ഇയ്യോബ് ദൈവഭക്തനായിരുന്നു, ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, ഇയ്യോബ് ദോഷം വിട്ട് അകലുന്നതിനായിരുന്നു. നീതിമാനായ ഇയ്യോബ് എന്നാണ് പറയുന്നത്. യെഹെസ്കേൽ ഇയ്യോബിനെക്കുറിച്ച് പറയുന്നുണ്ട്, യാക്കോബ് ശ്ലീഹ ഇയ്യോബിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഇയ്യോബ് ഒരു വിശുദ്ധനായിരുന്നു, നീതിമാനായിരുന്നു. ദൈവം ഇയ്യോബിന് ചുറ്റും വേലി കെട്ടി. പക്ഷേ സാത്താൻ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇയ്യോബിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ദൈവം ഇയ്യോബിൻ്റെ വസ്തുക്കളിലൊക്കെയും സമ്പത്തിലൊക്കെയും തൊടുവാൻ സാത്താൻ അനുവദിച്ചു. അപ്പോൾ എന്തുണ്ടായി? നമുക്ക് വായിക്കാം 11 വാക്യം മുതൽ. ഒരു ദിവസം ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ അവൻ്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വലിയ കഷ്ടമാണ് നടത്തിയത്. ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ ആരുടെയെങ്കിലും ബർത്ത്ഡേ ആഘോഷമായിരിക്കാം, പക്ഷേ നമുക്കറിയാൻ പാടില്ല. ആരുടെയെങ്കിലും ജന്മദിനം ആഘോഷിക്കുക. ജന്മദിനം ആഘോഷിക്കുക എന്നൊക്കെ പറയുന്നത് പണ്ടൊന്നും നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്ര നടപ്പുണ്ടായിരുന്നില്ല. വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കൗതുകമാണ്. ഞാനതേ കാണുന്നുള്ളൂ. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർക്ക് ഒരു സന്തോഷമാണ്. ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞ് ഒരു കേക്ക് മുറിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിൽ വേറെ തെറ്റൊന്നുമില്ല. അത് ചിലർക്ക് തെറ്റായിട്ട് കാണുന്നവരെ കാണും, പക്ഷേ അതിൽ തെറ്റൊന്നുമില്ല. ഈ ജന്മദിനം ആയിക്കോളൂ, നിങ്ങളുടെ കേക്ക് മുറിക്കുകയോ ഒരുമിച്ച് നിന്ന് നിങ്ങൾ സന്തോഷമായിട്ട് വീട്ടിലുള്ള എല്ലാവരും, നിങ്ങളുടെ വീടിനോട് അടുപ്പമുള്ളവർ ആരെങ്കിലും നിങ്ങളുടെ ജോലിക്കാരുണ്ടെങ്കിലും എല്ലാവരും വന്ന് നിന്നുകൊണ്ട് ഒരു ഹാപ്പി ബർത്ത്ഡേ പാടി എന്നിട്ട് കേക്ക് മുറിക്കുക, നല്ലതാണ്. അതിൽ വേറെ ദോഷമൊന്നുമില്ല. ഒരുപക്ഷേ ഈ ഇയ്യോബിൻ്റെ മക്കൾ എല്ലാവരും കൂടി 7 ആൺമക്കളും 3 പെൺമക്കളും എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടിയത് ഒരുപക്ഷെ അറിയാൻ പാടില്ല, ഒരു വിരുന്നാഘോഷിക്കുകയായിരുന്നു. അവൻ്റെ അടുക്കൽ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ ഇയ്യോബിൻ്റെ അടുക്കൽ വന്നു. എന്ത് പറഞ്ഞു? കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശബായർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതി പോന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഒരാൾക്ക് മാത്രം, ഞാൻ എളുപ്പത്തിൽ ഓടി രക്ഷപ്പെട്ടു പോകുന്നതാണ്. അവിടെ ദുഷ്ടന്മാർ വന്ന് എന്ത് ചെയ്തു? കാളകളെ പൂട്ടുകയും പെൺകഴുതകൾ അരികെ മേഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ശബായർ അയൽദേശത്തുള്ളവർ അവർ വന്ന് അവയെ പിടിച്ചുകൊണ്ടു പോവുകയും കാളകളെയും അതുപോലെ പെൺകഴുതകളെയെല്ലാം പിടിച്ചുകൊണ്ട് പോവുകയും വേലക്കാരെയെല്ലാം വാളിൻ്റെ വായത്തിലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ഞാൻ ഒരാൾ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അയ്യോ, മുമ്പരുന്ന് പോയി. എന്തൊരു വലിയ നഷ്ടം വന്നത്. പിന്നെ അടുത്ത് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു. ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് വീണ് കത്തി. ദൈവത്തിൻ്റെ തീ ആകാശത്ത് വീണ് കത്തി. ദൈവത്തിൻ്റെ തീ ഒന്നല്ല കത്തിയത്,
പക്ഷേ ശത്രു പറയുന്നത് അങ്ങനെയാണ്, ദൈവത്തിന് തീ ആകാശത്ത് നിന്ന് വീണ് കത്തി, ആടുകളും വേലക്കാരും അതിനിരയായിപ്പോയി. ആടുകളും ഇരയായി, വേലക്കാരും എല്ലാം കത്തി നശിച്ചു, എല്ലാവരും അഗ്നിക്കിരയായി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. എനിക്ക് ആ തീ കൊണ്ട് കേടുപറ്റിയില്ല, ഞാനതുകൊണ്ട് വിവരം നിന്നെ അറിയിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. അടിക്കടി ആപത്ത് വരികയാണ്, അടിക്കടി എല്ലാം നഷ്ടപ്പെടുകയാണ്, എല്ലാം വലിയൊരു തീപിടുത്തം ഉണ്ടായി. പിന്നെ അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു. പെട്ടെന്ന് കൽദേർ 3 കൂട്ടമായി വന്ന് ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടു പോകുകയും വേലക്കാരെ വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആ ശെബായർ വന്ന് വേലക്കാരെ നശിപ്പിച്ചെങ്കിലും പിന്നീട് കുറച്ച് ബാക്കി പേരുണ്ടായിരുന്നു, അവരെ ഇതാ കൽദേർ വന്ന് അവരെയും നശിപ്പിച്ചു, എല്ലാം വെട്ടിക്കൊന്നു. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. അടുത്ത് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു. നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് വന്ന് വീടിൻ്റെ 4 മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം നിന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നു എന്ന് പറഞ്ഞു. ആ മക്കൾ 10 പേരും കൂടി ഇരുന്ന വീട്ടിൽ മാത്രം, അതിൽ മാത്രം ചുഴലിക്കാറ്റ് ആഞ്ഞു വീശി, അവിടെ മാത്രം. അടുത്ത വീട്ടിലില്ല, ഇപ്പോഴത്തെ വീട്ടിലില്ല, ചുറ്റുപാടും ഒരു കുഴപ്പമില്ല. ആ ഒരു വീട്ടിൽ തന്നെ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ് വീശി, വീടിന് 4 മൂലയ്ക്കും അടിച്ചു, വീട് പൊളിഞ്ഞു, മക്കൾ 10 പേര് ഒരുമിച്ച് മരിച്ചു. എന്തൊരു അത്യാഹിതം! ജീവിതത്തിൽ വരാവുന്നതായി ഏറ്റവും ഭയങ്കരമായ അത്യാഹിതം. എല്ലാം നഷ്ടപ്പെട്ടു, ഒന്നുമില്ല. സ്വത്ത് പോയി, ഇതാ മക്കൾ പോയി, വീട് പോയി, എല്ലാം പോയി. പക്ഷേ ഭാഗ്യവശാൽ യോവിൻ്റെ ഭാര്യ കൂടെയുണ്ട്, യോവും ഭാര്യയും മാത്രം. ആ സ്ത്രീ വിഷാദജ്ഞയായിരിക്കുകയാണ്. അടുത്ത വാക്യം. അപ്പോൾ ഇയ്യോബ് എഴുന്നേറ്റ് വസ്ത്രം കീറി തല ചിരച്ച് സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. പിശാച് തോറ്റു. യോബ് പറഞ്ഞു, ദൈവം തന്നതാണ്, ദൈവം എടുത്തു. എൻ്റെ മക്കളെ ദൈവം തന്നതാണ്, മക്കളെ ദൈവം എടുത്തു. അല്ല, എനിക്കുള്ള സ്വത്തോ അത് ഉടൻ വരെ തന്നതാണ്, ദൈവം എടുത്തു. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ ധ്യാനിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ കർത്താവേ, ജീവിതത്തിൽ ഇതുപോലെ അടിക്കടി ആപത്ത് വന്നാൽ പിടിച്ച് നിൽക്കുമോ? പിടിച്ച് നിൽക്കാൻ പറ്റുമോ? യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുമോ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിൽ മുഖം പ്ലാനമായി പോയില്ലേ? മുഖം വാടിപ്പോവില്ലേ? ഞാൻ കരുത്തില്ലാത്തവനായി ഞാൻ വീണ് കിടന്നു പോവുകയില്ലേ? ഞാൻ ചിന്തിച്ചു. പക്ഷേ ഇയ്യോബ് അതിലൊന്നും വീണില്ല. ഇതൊക്കെ ഉണ്ടായിട്ട് ഇയ്യോബ് പറയുന്നു, എല്ലാം പോയി, ശരിയാ, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്തൊരു വിശ്വാസ സ്ഥിരതയാണത്! വെറുതെയാണോ സ്വർഗത്തിൽ ദൈവം പറഞ്ഞത്, ഇയ്യോബിനെപ്പോലെ നിഷ്കളങ്കനായ ആരുമില്ല, അവനെപ്പോലെ ദൈവഭക്തനായിട്ട് ആരുമില്ല, അവനെപ്പോലെ ദോഷമിട്ടകുന്നതിനായിട്ട് ആരുമില്ല, അവനെപ്പോലെ നേരുള്ളവനാരുമില്ല. എത്ര കൃത്യമായിട്ടാണ് കർത്താവ് പറഞ്ഞത്. ഇയ്യോബിൻ്റെ തനിനിറം തനി സ്വഭാവം കർത്താവ് പറഞ്ഞുകൊണ്ട് തന്നെ പറയുന്നത്. ഇവൻ എത്ര വിശുദ്ധനാണ്, നീതിമാനാണ്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഓർത്തുകൊള്ളണം, ഏത് സാഹചര്യം വന്നാലും നിങ്ങൾ ഒരിക്കലും ദൈവം ദുഃഖിക്കേണ്ട വരുത്തരുത്. അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ദൈവം ദുഃഖിക്കേണ്ട വരരുത്. നിങ്ങളുടെ വിശ്വാസത്യാഗം വന്ന് ദൈവം ദുഃഖിക്കേണ്ട വരരുത്. വിശ്വാസം തിരിച്ച് ദൈവത്തെ ദുഃഖിപ്പിക്കേണ്ട വരരുത്. എന്ത് പ്രതിസന്ധി വന്നുകൊള്ളട്ടെ, സാരമില്ല. എന്തെന്ത് പ്രശ്നങ്ങൾ വന്നുകൊള്ളട്ടെ, സാരമില്ല. ഏതെല്ലാം യാതനകൾ വന്നുകൊള്ളട്ടെ, രോഗങ്ങൾ വന്നുകൊള്ളട്ടെ, ആപത്ത് വന്നുകൊള്ളട്ടെ, ദൈവത്തിന് സ്തോത്രം. എല്ലാം കാണുന്ന ഒരാളുണ്ട്, നിങ്ങൾ വിശ്വസിക്കുക. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവം അറിഞ്ഞാണെങ്കിൽ അതെല്ലാം നന്മയ്ക്കാക്കി മാറ്റാൻ ദൈവത്തിന് കഴിയും. ഇന്ന് തിന്മയ്ക്കാണ് വന്നത്. പിശാച് ചെയ്താലും തിന്മയ്ക്കാണ്, പക്ഷേ അത് നന്മയ്ക്കാക്കാൻ എൻ്റെ കർത്താവിന് കഴിയും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. അത്രയെങ്കിലും നിങ്ങൾ ഉറയ്ക്കൂ. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. സ്തോത്രം. നിങ്ങൾ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഈ കുഞ്ഞിനെ കർത്താവെ പിശാച് തൊടാതെ നീ കാത്തുകൊള്ളണമേ. സാത്താൻ മറ്റു കുട്ടികളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ദുശീലങ്ങൾ എൻ്റെ കുഞ്ഞിലേക്ക് പകരാതെ നീ കാത്തുകൊള്ളണമേ. പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കണം. നിങ്ങളുടെ മക്കൾ കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങളവരെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ കൊടുക്കണം. നിങ്ങൾ ഭർത്താവ് ഏതെങ്കിലും യാത്ര ചെയ്ത് അല്ലെങ്കിൽ ഏത് കാര്യത്തിൽ പോകുമ്പോൾ ഭാര്യ കർത്താവിനോട് പറയണം, കർത്താവെ എൻ്റെ പ്രിയപ്പെട്ടവരെ നീ കാത്തുകൊള്ളണമേ, കർത്താവെ നീ തിരക്കത്താൽ വലയം ചെയ്തു കൊള്ളണമേ. പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴും അവർക്ക് യേശുക്രിസ്തുവിനുള്ളതായ ആശ്രയം. ഒരു പുതിയ വാർത്തയല്ലല്ലോ ഞാനീ പറയുന്നത്, ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ.
പുതിയൊരു വസ്തുതയല്ല പറയുന്നത്, പുതിയൊരു ദൂതുമല്ല പറയുന്നത്. വളരെ വളരെ വ്യക്തമായ ഒരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ്. എന്ത് വന്നാലും ശരി, എൻ്റെ യേശുവിനുള്ള വിശ്വാസം, യേശുവിനുള്ളതായ സ്നേഹം ഞാൻ കൈവിടുകയില്ല. എൻ്റെ യേശു ജീവിക്കുന്നുണ്ട്, അവനെല്ലാം അറിയുന്നുണ്ട്, അവൻ അറിയാതൊന്നും സംഭവിക്കുകയില്ല. എൻ്റെ ജീവിതത്തിലെ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങൾ അവൻ അറിയുന്നു. എൻ്റെ തലമുടിനാര് പോലും അവൻ എണ്ണിയിരിക്കുന്നു. എനിക്കറിഞ്ഞുകൂടാ തലയിൽ എത്ര മുടികളുണ്ടെന്ന്, എത്ര തലമുടിനാരുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ എല്ലാം അവൻ എണ്ണിയിരിക്കും. ഒരെണ്ണം താഴെ വീഴണമെങ്കിൽ ദൈവം അറിഞ്ഞിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഇത്രമാത്രം കൃത്യമായി നമ്മെ അറിയുന്നൊരു ദൈവം. അങ്ങനെയാണെങ്കിൽ മോളെ, നീ പരീക്ഷയ്ക്കിരിക്കുമ്പോൾ കർത്താവ് കൂടെ ഒന്ന് നിൽക്കുകയില്ലേ? നീ പരീക്ഷയ്ക്ക് എഴുതാൻ തുടങ്ങുമ്പോൾ നിൻ്റെ ഭയപ്പാട് കർത്താവ് മാറ്റുകയില്ലേ? മോനെ, നീ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ എഴുതാൻ തുടങ്ങുമ്പോൾ കർത്താവ് നിൻ്റെ കരം നിന്ന് തലോടുകയില്ലേ? ദൈവത്തിന് സ്തോത്രം. ചിന്തിക്കൂ, വിവാഹകാലത്ത് നടക്കുമ്പോൾ കർത്താവ് നിനക്ക് നല്ല ബുദ്ധി തരികയില്ലേ? നല്ലൊരു ബന്ധം തരാൻ കർത്താവിൻ്റെ കരം നീട്ടുകയില്ലേ? പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെല്ലാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. ഞാൻ ഈ ലോകകാര്യങ്ങളായി പറയുന്നത്. ഈ ലോകത്ത് പഠിക്കണം, വിവാഹം കഴിക്കണം, മക്കളുണ്ടാകണം, വീട് വയ്ക്കണം, സൗകര്യങ്ങളുണ്ടാകണം, വേണം. ഇതിനെല്ലാം കർത്താവിൻ്റെ കൃപ വേണമെന്നായി പറഞ്ഞത്. അല്ലാതെ കർത്താവിനെ അറിയാത്തവരും വീട് വയ്ക്കുന്നില്ലേ, കല്യാണം നടക്കുന്നില്ലേ, മക്കളെ പഠിപ്പിക്കുന്നില്ലേ? നാം അതല്ല. നാം യഹോവ ദൈവം വിശുദ്ധ ജാതി, നാം ഒരു വിശുദ്ധ ജനമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും, തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും, റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിതവർഗവും, വിശുദ്ധ വംശവും, സ്വന്ത ജനവുമാകുന്നു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളതാണ്. അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങൾ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമാകുന്നു. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ആയിരുന്നില്ല, ദൈവജനം ആയിരുന്നില്ല. മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ദൈവത്തിൻ്റെ ജനം. കരുണ ലഭിക്കാത്തവർ, ഇപ്പോഴോ കരുണ ലഭിച്ചവർ തന്നെ. ദൈവത്തിൻ്റെ കരുണ കിട്ടിയവരാണ് നിങ്ങൾ, കരുണ ലഭിച്ചവരാണ് നിങ്ങൾ. സ്തോത്രം. ഈ പദവി നാം ഒരിക്കലും മറന്നു കളയരുത്. ദൈവം എന്നെ കണ്ടു. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, വ്യക്തമായിട്ട് ഞാൻ പറയുന്നത്, ഒരു യാദൃശ്യ സംഭവമല്ല നിങ്ങൾ ഈ കൂട്ടായ്മയിലേക്ക് വന്നത്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയൊരു ഉദ്ദേശം അതിൻ്റെ പിന്നിലുണ്ട്. നിങ്ങൾ ഒരാൾ രക്ഷിക്കാൻ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലുള്ളവരെ രക്ഷിക്കാൻ, വീട്ടിലുള്ളവരെല്ലാവരും നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള വഴി തുറക്കാൻ, നിങ്ങൾ കൂടി ആ വഴി ചാലുകൾ വെട്ടി തുറക്കാൻ, അതിനുവേണ്ടി നിങ്ങളെ ദൈവം രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളെ ഈ വചനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുകയാണ്. എൻ്റെ കർത്താവേ, ഞാൻ മാത്രമല്ല സ്വർഗരാജ്യത്തിൽ പോകേണ്ടത്, എൻ്റെ കൂടെ അനേകർ സ്വർഗരാജ്യത്തിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അവരെയും നിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവേ, എൻ്റെ ഓരോ ചലനവും മുഖാന്തരമാക്കി തീർക്കണമേ. എൻ്റെ ഓരോ വാക്കും അതിനു വേണ്ടി നീ ഉപയോഗിക്കണമേ. എൻ്റെ ഓരോ അണുവും പരമാണുവും കർത്താവേ, നിനക്കായിട്ട് ഞാൻ തന്നിരിക്കുകയല്ലേ, നീ ഉപയോഗിച്ചു കൊള്ളുക. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. CT സ്റ്റഡ് ഒരു ക്രിക്കറ്റ് പ്ലെയറായിരുന്നു, വലിയ ക്രിക്കറ്റ് താരമായിരുന്നു. സ്റ്റഡിൻ്റെ ബ്രദറും അതെ, രണ്ടുപേരും ക്രിക്കറ്റ് താരങ്ങളിൽ വെച്ച് ഏറ്റവും മികവുള്ളവരായിരുന്നു. ഇപ്പോൾ ചിലർ ക്രിക്കറ്റിനൊക്കെ സ്നേഹമുള്ളവർക്ക് അറിയാമല്ലോ, വലിയ ക്രിക്കറ്റ് കളിക്കാരെക്കുറിച്ച് വലിയ അഭിമാനമാണ് പലർക്കും, വലിയ ആവേശമാണ്. ഇവർ രണ്ടുപേരും എന്നും അവരുടെ ഫോട്ടോ പത്രത്തിലൊരു അറിയപ്പെടുന്ന ക്രിക്കറ്റ് താരങ്ങൾ. പക്ഷേ എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ, ഈ CT സ്റ്റഡിൻ്റെ സഹോദരൻ രോഗം ബാധിച്ചു. സഹോദരന് എന്തോ രോഗം, എന്താണെന്ന് അറിയാൻ പാടില്ല. എത്ര പെട്ടെന്നാണ് രോഗം ബാധിച്ച് ആൾ ക്ഷീണിതനായത്. കളിക്കളം നിറഞ്ഞിരുന്ന യുവാവ് ക്ഷീണിതനായി അവൻ കിടക്കയിലായി. ഡോക്ടേഴ്സൊക്കെ നോക്കി, പല ഡോക്ടേഴ്സും പരിശ്രമിച്ചു, അവർക്ക് പിടികിട്ടുന്നില്ല. രോഗം എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. പല ചികിത്സകൾ ചെയ്തു നോക്കി, ഒന്നും ഫലപ്പെടുന്നില്ല. ചെറുപ്പക്കാരൻ മരണത്തോടടുത്ത് കിടക്കുകയാണ്. CT സ്റ്റഡ് ആ മരണക്കെടുക്കുന്ന അരിയിൽ നിന്നുകൊണ്ട് ഏങ്ങലടിച്ചുകൊണ്ട് പറഞ്ഞു, ജസ്റ്റ് വൺ ലൈഫ് ടിൽ സൂൺ ബി പാസ്റ്റ്, ദാറ്റ് ഇറ്റ് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്. ഒരായുസല്ലേ ഉള്ളൂ, ജസ്റ്റ് വൺ ലൈഫ്, ഒരായുസല്ലേ ഉള്ളൂ. ടിൽ സൂൺ ബി പാസ്റ്റ്, അത് എത്ര വേഗം കടന്നു പോകും. ദാറ്റ് ഇറ്റ് ഇസ് ഡൺ ഫോർ ക്രൈസ്റ്റ് അലോൺ വിൽ ലാസ്റ്റ്, ക്രിസ്തുവിന് വേണ്ടി ചെയ്തത് മാത്രം നിലനിൽക്കും. സ്റ്റഡ് വലിയ കോടീശ്വരനായിരുന്നു. സ്റ്റഡും സഹോദരനും കോടീശ്വരന്മാരായിരുന്നു. പറഞ്ഞു, ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നു മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ഭൂമിയിൽ സ്വത്ത് ഒരുകൂടിയുണ്ട്. സഹോദരൻ്റെ സംസ്കാരത്തിന് ശേഷം സ്റ്റഡ് തൻ്റെ സ്വത്തെല്ലാം സ്വാധീന സംരക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ച്, ദൈവവേലയ്ക്ക് വേണ്ടി നീക്കിവെച്ച്, എല്ലാം മാറ്റിവെച്ച് സ്റ്റഡ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇന്ത്യൻ മിഷനിൽ ചേർന്ന് ചൈനയിലേക്ക് പോയി. ചൈനയിൽ കുറേ കാലം നിന്നപ്പോഴേക്കും അവിടുത്തെ കാലാവസ്ഥ പറ്റുന്നില്ല. സ്റ്റഡിന് രോഗം ബാധിച്ചു, ശരീരം മെലിഞ്ഞുണങ്ങി. ചൈനയിൽ നിന്നാൽ പറ്റുകയില്ലെന്ന് മനസ്സിലായി.
ആളുകൾ ഉപദേശിച്ചു നാട്ടിലേക്ക് പോകാൻ. ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി. ഒരു ദിവസം സ്റ്റഡ് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ദേവാലയത്തിൽ ഒരു നോട്ടീസ് പതിപ്പിച്ചിരിക്കും ചുവരിൽ. വലിയ നോട്ടീസാണ്. എന്താണ്? ആഫ്രിക്കയിലെ നരഭോജികളായ കാട്ടാളന്മാരുടെ ഇടയിലേക്ക് കടന്നു ചെന്ന് മരണത്തെ തണവൽ ഗണിച്ച് കടന്നു ചെല്ലാൻ മനസ്സുള്ളവരാരുണ്ട്. പിന്നെ എഴുതിയിരിക്കുകയാണ്, ആഫ്രിക്കയിലെ നരഭോജികൾക്ക് മിഷനറിമാരുടെ മാംസം വേണം. ഒരു ചലഞ്ചായിരുന്നു, ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ആഫ്രിക്കയിലെ നരഭോജികൾക്ക് മിഷനറിമാരുടെ മാംസം വേണം. സ്റ്റഡ് സ്വന്തം ശരീരത്തിലേക്ക് നോക്കി. മിക്കവാറും മെലിഞ്ഞ ശരീരമാണ്. സ്റ്റഡ് പറഞ്ഞു, ഇത് മതിയായിരിക്കുമോ? ഞാൻ കൊടുക്കാം. അന്നത്തെ പള്ളി പൊതുയോഗം ഇന്നത്തെ നമ്മുടെ പള്ളി പൊതുയോഗങ്ങളല്ല പോലെയല്ല. അന്നത്തെ പള്ളിയിലെ പൊതുയോഗം സുവിശേഷ വേലയ്ക്ക് ആര് പോകാനുണ്ടെന്നാണ്, ആഫ്രിക്കയിൽ മിഷനറി വേലയ്ക്ക് ആര് പോകുമെന്ന്. ഇന്നത്തെ പൊതുയോഗങ്ങളിലൊക്കെ എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയും വാഗ്വാദവും അല്ലേ, അങ്ങനെയൊക്കെയാണല്ലോ പൊതുയോഗം എന്ന് പറഞ്ഞത്. അന്നങ്ങനെയല്ല. അന്നത്തെ പള്ളി പൊതുയോഗം നടത്തിയത് ആഫ്രിക്കയിലേക്ക് പോകാനുള്ള മിഷന്മാർ ആര് തയ്യാറുണ്ട്? സ്റ്റഡ് എഴുന്നേറ്റ്, ഞാൻ പോവാം. സ്റ്റഡ് ആഫ്രിക്കയിലേക്ക് പോയി. അവിടെ സുവിശേഷ വേല ചെയ്തു. അനേകം പേരെ ക്രിസ്തുവിലേക്ക് നടത്തി. സ്റ്റഡ് ജീവിതം ആഫ്രിക്കയുടെ മണ്ണിൽ അവസാനിപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ നമുക്ക് നേടാവുന്ന ഏറ്റവും വലിയ നേട്ടം എന്താണ്? നമുക്ക് നേടാവുന്നത്? ക്രിസ്തുവിനെ നേടുക, ക്രിസ്തുവിനെ ജീവിക്കുക. ഒരായുസല്ലേ ഉള്ളൂ. പല നാൾ പിന്നെ നന്നായിട്ട് ജീവിക്കാനുണ്ടോ? ഇല്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. ഒരായുസല്ലേ ഉള്ളൂ. സ്റ്റഡ് പറഞ്ഞു, ഒരായുസല്ലേ ഉള്ളൂ. ടിൽ സൂൺ ബി പാസ്റ്റ്. പെട്ടെന്ന് തീർന്നു പോകും. ദാറ്റ് ഈസ് ജസ്റ്റ് ഡൺ ഫോർ ക്രൈസ്റ്റ് വിൽ ലാസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്നു മാത്രമേ നിലനിൽക്കും. കർത്താവേ, നിൻ്റെ ഇഷ്ടം. എനിക്കൊന്നും പറയാനില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു അഭിപ്രായം പറയാനില്ല. സ്വന്തമായിട്ടൊരു ആത്മീയം പറയാനുമില്ല. സ്വന്തമായിട്ട് അഭിമാനിക്കാനൊന്നുമില്ല. എനിക്ക് പാരമ്പര്യം പറയാനുമില്ല. ഒരു പാരമ്പര്യവുമില്ല. ദൈവമേ സ്തോത്രം. സെമിനാരി പഠിച്ചില്ല, ബൈബിൾ കോളേജിൽ പഠിച്ചില്ല, തിയോളജിക്കൽ ഡിഗ്രി ഒന്നുമില്ല. സ്തോത്രം. പാരമ്പര്യമൊന്നുമില്ല, പരിചയമൊന്നുമില്ല. എന്തുകൊണ്ടോ കർത്താവിൻ്റെ സ്നേഹം എന്നെ പിടികൂടി. അത്രേ എനിക്കറിയാവൂ. എന്തുകൊണ്ടോ കർത്താവിൻ്റെ സ്നേഹം എന്നെ പിടികൂടി, എന്നെ ഉണർത്തി. പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഉണർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരെയും ഉണർത്താൻ, നിങ്ങളെല്ലാവരെയും വാത്സല്യത്തോടെ തഴുകാൻ, നിങ്ങളെ തൻ്റെ വേലയിലേക്ക് കൊണ്ടുവരാൻ, നിങ്ങളുടെ മേൽ തൻ്റെ ആത്മാവിനെ പകരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുതിയ ജീവൻ തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പാവങ്ങൾ ക്ഷമിച്ച് തരാൻ കർത്താവിന് മനസ്സാണ്. വന്നുപോയതെല്ലാം പൊറുക്കാൻ കർത്താവിന് മനസ്സാണ്. കഴിഞ്ഞ കാല ജീവിതം മുഴുവൻ മാറ്റി നിങ്ങൾക്കൊരു പുതിയ ജീവിതം തരാൻ കർത്താവിന് മനസ്സാണ്. ഒരു പുതിയ ജീവിതം, ഒരു സമാധാന ജീവിതം, സന്തോഷമുള്ളൊരു ജീവിതം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. സംതൃപ്തിയുള്ളൊരു ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തുകൊണ്ട് എഴുന്നേൽക്കുന്നു. കർത്താവ് കരത്തിൽ പിടിച്ചുകൊണ്ട് ഓരോ ചൂടുകൾ വയ്ക്കുന്നു. സ്കൂളിൽ പോകുമ്പോൾ കർത്താവ് നിൽക്കുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വായിക്കുമ്പോൾ കർത്താവ് കൂടെ നിൽക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ജോലി ചെയ്യുമ്പോൾ കർത്താവ് കൂടെ നിൽക്കുന്നു. പ്രിയപ്പെട്ടവർ, പാടത്ത് പണിയെടുക്കുമ്പോൾ കർത്താവ് കൂടെ നിൽക്കുന്നു. റബ്ബർ വെട്ടുമ്പോൾ കർത്താവ് കൂടെ നിൽക്കുന്നു. പറമ്പിൽ പണിയെടുക്കുമ്പോൾ കർത്താവ് കൂടെ നിൽക്കുന്നു. അല്ല, നിങ്ങൾ ഓഫീസിലാണെങ്കിൽ അവിടെ കർത്താവ് കൂടെ നിൽക്കുന്നു. എപ്പോഴും കർത്താവിൻ്റെ കൂടെ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. വേണമോ നിങ്ങൾക്ക് ഈ സൗഭാഗ്യം? യേശുവിനോടുള്ള ജീവിതം ഇത് വേണമോ നിങ്ങൾക്ക്? യേശുവോട് കൂടെ ജീവിക്കുക എത്ര ഭാഗ്യം. അപായങ്ങൾ, അത്യാഹിതങ്ങൾ വന്നെങ്കിലും ഇയ്യോബ് തളർന്നില്ല. സാത്താൻ തോറ്റു വാസ്തവത്തിൽ. പക്ഷേ അവൻ ലജ്ജിച്ച് പിന്മാറുന്നവനല്ല. തോറ്റാലും അവൻ ലജ്ജിച്ച് മാറുകയില്ല. എന്നും നമുക്കെതിരെ നിൽക്കാൻ ഒരു പിശാചുണ്ടെന്ന് ഓർത്തുകൊള്ളണം. നമ്മെ നശിപ്പിക്കാനും നമ്മുടെ ഭാവി മുടിച്ചു കളയുവാനും നമ്മുടെ കുടുംബം തകർത്ത് കളയുവാനും ഒരു ദുഷ്ട പിശാചും അവൻ്റെ സൈന്യങ്ങളും കാത്തു നിൽക്കുന്നുണ്ട്. സമാധാനം നശിപ്പിക്കാനാണ് അവൻ നോക്കുന്നത്. കുടുംബത്തിൽ സമാധാനം നശിപ്പിക്കാൻ നോക്കും. ഏതെല്ലാം തരത്തിലുള്ള നാശങ്ങളാണ് കൊണ്ടുവരുന്നത്. പണനഷ്ടം വരുത്തുന്നതും പിശാച്, കഷ്ടനഷ്ടങ്ങൾ വരുത്തുന്നതും പിശാച്, അത്യാഹിതങ്ങൾ വരുത്തുന്നതും പിശാച്. എല്ലാം ദുരാത്മാക്കളാണ് എല്ലാം ചെയ്യുന്നത്. ജീവനുള്ള ദൈവം നന്മയ്ക്കായതെല്ലാം രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നുണ്ട്. ശരിയാണ്. ഒരുപക്ഷേ ചില യാതനകളും വേദനകളും വന്നതുകൊണ്ടാണ് നാം ദൈവത്തെ വിളിക്കാനിടയായത്. അതുകൊണ്ടാണ് ദൈവത്തെങ്കിലേക്ക് തിരിയാനിടയായത്. നമുക്ക് ചില കഷ്ടനഷ്ടങ്ങൾ വന്നതുകൊണ്ടാണ് ദൈവത്തെ വിളിക്കാനിടയായത്. നമുക്ക് ചില ദുരിതങ്ങൾ വന്നതുകൊണ്ടാണ് ദൈവത്തെ വിളിക്കാനിടയായത്. അല്ലെങ്കിൽ ഒരുപക്ഷേ നാം ദൈവത്തെ ഓർക്കുകയില്ലായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെങ്കിലേക്ക് തിരിയുന്നത് മുഖാന്തരമായി തീരുന്നത് എന്തൊരു മഹാഭാഗ്യമാണ്. ദൈവത്തെങ്കിലേക്ക് തിരിയുക. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കുന്ന വേദവസ്തം പറയുന്നു. സർവശക്തങ്കിലേക്ക് തിരിഞ്ഞാൽ നീ അഭിവൃദ്ധി പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് മനസ്സ് വാടിയും ഹൃദയം വിഷാദിച്ചിരിക്കുന്ന അനേകരുണ്ട്. ഈ വാക്കുകളെ കേൾക്കുന്നവർ നാളെ എന്തു വേണ്ടെന്ന് അറിയാതെ മനസ്സ് വേദനിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട്. ഉള്ളു പതറിയിരിക്കുന്നവരുണ്ട്, പരിഭ്രാന്തരായിരിക്കുന്നവരുണ്ട്. സ്നേഹിതരെ പറയട്ടെ,
നിങ്ങളുടെ അരികത്ത് നിൽക്കുന്ന യേശുവിനെ നോക്കൂ. തൊട്ടരികത്ത് നിൽക്കുന്ന യേശുവിനെ നോക്കൂ. അവൻ്റെ കൈകൾ രണ്ടും മാണിയടിച്ച് തകർന്നിരിക്കുന്ന നിങ്ങൾ കാണൂ. അവൻ്റെ തിരുമുഖത്തേക്ക് അവർ തുപ്പി മുഖത്തിന് രോമങ്ങൾ പിഴുതെടുത്തു നിങ്ങൾ കാണൂ. മുഖത്തേക്ക് നിങ്ങൾ മുഖത്തേക്ക് നോക്കിയാൽ അവങ്കലേക്ക് നോക്കിയോ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. നിങ്ങളുടെ മുഖം പ്രകാശിതമായി തീരും, ഹൃദയം പ്രകാശിതമായി തീരും, ഹൃദയത്തിൽ സന്തോഷം വരും, സമാധാനം വരും. യേശുവിലേക്ക് നോക്കുക, യാതന ഏറ്റുപടയുന്ന യേശുവിലേക്ക് നോക്കുക, തിരക്തം ചിന്തി നിൽക്കുന്ന യേശുവിലേക്ക് നോക്കുക. തിരക്തം വാർന്നൊഴിച്ചത് ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഓർക്കുക, എനിക്ക് വേണ്ടി, എന്നെ രക്ഷിക്കാൻ വേണ്ടി, എന്നെ നരകത്തിൽ നിന്ന് കരയറ്റാൻ വേണ്ടി, നരകക്കുഴിയിലേക്ക് ഞാൻ പോകാതെ എന്നെ രക്ഷിച്ച് സ്വർഗത്തിൻ്റെ സീമയിലേക്ക് ഉയർത്താൻ വേണ്ടി, സോപാനത്തിലേക്ക് എന്നെ കയറ്റി വിടാൻ വേണ്ടി, നിത്യനായ ദൈവം എനിക്ക് വേണ്ടി ക്രൂശിന്മേൽ തൻ്റെ ഏകജാതിനെ അർപ്പിക്കാൻ തിരുമനസ്സായി. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ അനന്തമായ അത്യത്ഭുതമായ സ്നേഹം എന്നെ കണ്ടെത്തി. അതുകൊണ്ട് ദൈവം എനിക്ക് വേണ്ടി തൻ്റെ പുത്രനെ അയച്ചു. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിന്മേൽ തൂങ്ങി. ആ തിരക്തങ്ങളുടെ സകലഭാവവും പോക്കും. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ച്, കർത്താവേ, തിരക്തത്താൽ എന്നെ കഴുകണമേ, തിരക്തത്താൽ എന്നെ ശുദ്ധീകരിക്കണമേ. കഴിഞ്ഞകാല ജീവിതത്തിലെ പാവങ്ങളിൽ നിന്നും നീ ഓർക്കല്ലേ, എല്ലാ തിന്മകളും നീ ഓർക്കല്ലേ, എല്ലാ തിന്മകളും എൻ്റെ കർത്താവേ വന്നതും എൻ്റെ കർത്താവേ ഞാൻ ഏറ്റു പറഞ്ഞതും, കർത്താവേ ഓർമ്മയുള്ളതും അല്ല ഓർമ്മയില്ലാത്തതും എല്ലാം കർത്താവേ ഒരു തുള്ളി രക്തത്തിൽ മാഞ്ഞു പോകുമല്ലോ. ഞാനിതാ തിരുമുമ്പാകെ ഞാൻ വീഴുന്നു, ഞാൻ താഴുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. നാഥാ, നിൻ്റെ കരം എൻ്റെ മേലെ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ ഉണർത്തണമേ, എന്നെ ഉയർത്തണമേ. നാഥാ, എന്നെ ഉദ്ധരിക്കണമേ, പാവത്തിൻ്റെ ചേറുകുഴിയിൽ നിന്ന് എന്നെ ഉയർത്തി സ്വർഗ്ഗസീമകളിലേക്ക് എന്നെ ഉയർത്തണമേ. ഹല്ലേലൂയ. സ്വർഗ്ഗ സമാധാനം എനിക്ക് തരണമേ, എൻ്റെ കുടുംബത്തിന് സമാധാനം തരണമേ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനം തരണമേ, എൻ്റെ കുടുംബത്തിന് സമാധാനം തരണമേ, എൻ്റെ ബന്ധുമിത്രാദികൾക്ക് സമാധാനം തരണമേ, എൻ്റെ അയൽക്കാർക്ക് സമാധാനം തരണമേ, ഞങ്ങളുടെ ദേശക്കാർക്ക് സമാധാനം തരണമേ. ലോകമെങ്ങും യേശുക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറയുവാൻ ഇടയാക്കണമേ കർത്താവേ. ആ സ്നേഹത്തിൻ്റെ വക്താവായി ഞാൻ ഇറങ്ങിക്കൊള്ളാം നിങ്ങൾ പറയൂ. കർത്താവ് പറയൂ, കർത്താവേ, സ്നേഹത്തിൻ്റെ വക്താവായി, സ്നേഹത്തിൻ്റെ പ്രഘോഷകനായി, സ്നേഹത്തിൻ്റെ പ്രയോക്താവായി ഞാനിതാ വരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കിപ്പോൾ തീരുമാനിക്കാം, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കാം, നമുക്ക് സമർപ്പിക്കാം, തലകളെ ഉണക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, അതിമനോഹരമായൊരു സമയം ഞങ്ങൾക്ക് തന്നല്ലോ. നന്ദി പിതാവേ, നന്ദി. ദൈവത്തിന് സ്തോത്രം. അതാ ഞങ്ങൾക്ക് വേണ്ടി അവിടുത്തെ ഏകജാതനെ അർപ്പിക്കുവാൻ തിരുമനസ്സായ നിസ്തുല സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിത്യപിതാവേ, മഹാപരിശുദ്ധനായ ദൈവമേ, അവിടുത്തെ പാദപീഠത്തിലേക്ക് വന്ന് ഞങ്ങൾ വീണ്ടും ഞങ്ങളെ തന്നെ തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുറയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ.